ടീച്ചർ അമ്മയിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിവാഹമൊക്കെ മംഗളമായി നടന്ന് വീണയും സന്തോഷം കൂടി സന്തോഷിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൈ കൊടുക്കുമ്പോൾ വീണ വലതുകാല് വെച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. വീണ നിലവിളക്ക് തളത്തിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും പോറ്റിമാമൻ സന്തോഷിന്റെ അമ്മ മണിയോട് വിരലിലെ പൊള്ളലിനുള്ള മരുന്നെടുത്തിടാൻ പറയാ. അവരപ്പോഴേക്കും സന്തോഷിനെയും വീണയെയും കൊണ്ട് തളത്തിലിട്ട ആട്ടുകട്ടിൽ കൊണ്ടുചെന്ന് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് റാണിയോടായി അടുക്കളയിൽ ചെന്ന് പാലും പഴം എടുത്തോണ്ട് വരാൻ പറയാ. റാണി അത് കൊണ്ടുവന്ന് അമ്മ അവർക്ക് കൊടുക്കാനായി തുടങ്ങുമ്പോഴേക്കും പാലിൽ ഹോർലിക്സ് ഇട്ടിട്ടുണ്ടോ? മണിയേച്ചി കുഞ്ഞുട്ടനെ ഹോർലിക്സ് ഇട്ട പാലല്ലേ കൊടുക്കാറുള്ളൂ എന്ന് റിലേറ്റീവ് ചോദിക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ഇട്ട പാലാണെന്ന് റാണി പറയുമ്പോ സന്തോഷ് അത് വാങ്ങി കുറച്ചു കുടിച്ചിട്ട് വീണയ്ക്കും കുടിക്കാൻ കൊടുക്കുക. അപ്പോഴേക്കും സന്തോഷിന്റെ അമ്മ പഴം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ പഴം പൂവൻ തന്നെയാവും, അതല്ലേ സന്തോഷിന് അമ്മ കൊടുക്കൂ എന്ന് വീണ്ടും അവർ പറയുമ്പോഴേക്കും പകുതി കഴിച്ചിട്ട് മോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അമ്മ സന്തോഷിന് പഴം കൊടുക്കുക. അപ്പോഴേക്കും റാണി ചുറ്റും കൂടി നിൽക്കുന്ന റിലേറ്റീവ്സിനെയൊക്കെ വീണയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടേ. നമ്മുടെ ടീച്ചറമ്മ അവിടെ കുഞ്ഞു പോയ സങ്കടത്തിൽ റൂമിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് ഡ്രസ്സൊക്കെ മാറിയ വീണയെ റാണി വിളിച്ചോണ്ട് പോയി വീടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ചുമരൊക്കെ വെട്ടുകല്ലാണെന്നും അവിടെ വെച്ചതൊക്കെ മ്യൂറൽ പെയിന്റിങ്സ് ആണെന്നും പിന്നീട് അച്ഛൻ്റെ അമ്മയുടെയും മുറിയും അവരുടെ മുറിയുമൊക്കെ റാണി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർ സന്തോഷിന്റെ റൂമിലേക്ക് എത്തുന്നുണ്ട്. ഇതാണ് സന്തോഷിന്റെ മുറി, ഇനി നിങ്ങളുടെ മുറി എന്ന് റാണി പറയുമ്പോൾ വീണ അവിടെ നടന്ന് റൂമൊക്കെ ചുറ്റി കാണുക. ഇവിടെ ഒരു ലൈബ്രറി പോലെ ഉണ്ടല്ലോ എന്ന് വീണ പറയുമ്പോൾ വീണയ്ക്ക് അറിയാലോ സന്തോഷ് നന്നായി വായിക്കും, കിട്ടുന്നതിൽ പാതി കാശും പുസ്തകം വാങ്ങിക്കാനായി മാറ്റിവെക്കും എന്ന് റാണി പറയുമ്പോൾ നമുക്ക് ഈ കനപ്പെട്ട സാഹിത്യമൊന്നും ദഹിക്കില്ലേടത്തി എന്ന് അവൾ പറയണ കേട്ട് അത് നന്നായി, എനിക്കൊരു കൂട്ടായല്ലോ എന്ന് റാണിയും പറയുന്നുണ്ട്. എന്നിട്ട് റാണി അവളോട് വീട് മാറിയതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് വീണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വീണയും കൊണ്ട് മുകളിലേക്ക് പോവാനായി തുടങ്ങുക. അപ്പോഴേക്കും കനി തൻ്റെ ബുള്ളറ്റിൽ കല്ലുവിനെയും പുറകിൽ വെച്ച് ആദ്യമേ തന്നെ സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കൂടെ തന്നെ വീണയുടെ റിലേറ്റീവ്സ് എല്ലാം മറുവീട് ചടങ്ങിനായി സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തുക. വണ്ടിയിൽ നിന്നിറങ്ങിയ അവരെ സന്തോഷിന്റെ അച്ഛനും അമ്മയും പോറ്റിമാമനും സ്വീകരിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ടാണോ ഇറങ്ങിയത് അല്ലെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് നേരെ ഇങ്ങു പോന്നെന്ന് പോറ്റിമാമൻ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയിട്ടാ വന്നതെന്ന് വിഷ്ണു പറയുന്നുണ്ട്. പഴക്കുലയും പലഹാരങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അവരുടെ വരവ്. എല്ലാവരെയും അവർ അകത്തോട്ട് സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ സൂപ്പർ വീടല്ലേ എന്ന് രേണുവിന്റെ അമ്മ ചോദിക്കുമ്പോൾ ഒരു വലിയ വീടാന്ന് രേണുകയും പറയുന്നുണ്ട്. ശരിക്കും പലഹാരപ്പൊതിയും താങ്ങി വന്ന മഹേഷിനോട് ഡാ മോനെ വീടെന്ന് പറഞ്ഞ പൊളി വീട് എന്ന് രേണുവിന്റെ അമ്മ വീണ്ടും പറയുമ്പോൾ ഇതുപോലൊരു വീടാണ് ഞാനും രേണുവും കൂടി മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. രേണുവിനോടായി മഹേഷ് ചോദിക്കുമ്പോൾ പിന്നെ മനസ്സിൽ വീട് വെക്കാൻ വേറെ ചിലവൊന്നും ഇല്ലല്ലോ, കരവും കൊടുക്കണ്ട എന്ന് മഹേഷിനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വാ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് രേണുക അവിടെ നിന്ന് പോവുക. മുറ്റത്തൂടെ നടന്നുകൊണ്ട് വരുന്നവരുടെ മുന്നിൽ തന്നെ ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുത്തോണ്ട് വരുന്നുണ്ടേ. വല്യമാമയും കൂട്ടരും സീറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ സന്തോഷിന്റെ അച്ഛൻ വന്ന് അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. കളത്തിൽ അവരെ സ്വീകരിച്ചിരുത്തുമ്പോൾ പയ്യൻ എവിടെയെന്ന് വല്യമാമ ചോദിക്കുമ്പോഴേക്കും സന്തോഷിന്റെ അച്ഛൻ സന്തോഷിനെ വിളിക്കുന്നുണ്ടേ. സന്തോഷ് അങ്ങോട്ട് വരുമ്പോഴേക്കും വല്യമാമ എണീറ്റ് ഒരു പൊതി സന്തോഷിന്റെ കയ്യിൽ വെക്കുക. കാശ് എന്തെങ്കിലും ആണോ മാമ എന്ന് അവൻ ചോദിക്കുമ്പോൾ ചിലവുകളല്ലേ, ഇരിക്കട്ടെ. വല്യമാമ പറയണ കേട്ട് ഇത് ഞാൻ വാങ്ങില്ല മാമ, ഒരു തരി പൊന്നോ പണമോ ഞാൻ വാങ്ങില്ലെന്ന് വീണയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തതാ. വീണയ്ക്ക് എന്തു കൊടുക്കുന്നതിലും എനിക്ക് വിരോധമൊന്നുമില്ല മാമ, പക്ഷെ എനിക്കിത് വേണ്ട എന്നവൻ നിർബന്ധം പിടിക്കുമ്പോൾ ഓരോരോ മാമൂലുകളായതുകൊണ്ടാ മോനെ, എനിക്ക് പറ്റിയ തെറ്റാ, അതങ്ങ് വിട്ടേക്ക് എന്ന് വല്യമാമ പറയുമ്പോൾ സന്തോഷ് മാമനെ അവിടുത്തെ കസേരയിൽ ഇരുത്തുന്നുണ്ട്. കാരണവന്മാരെല്ലാരും കൂടി അവിടെ തളത്തിൽ ഒന്നിച്ചിരിക്കുക. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുള്ളോണ്ട് വിരുന്ന് നാളെ തന്നെ ആക്കിയാലോന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അതിനെന്താ, ഞങ്ങൾക്കും അത് തന്നെ അസൗകര്യം അല്ലേ സന്തോഷേ എന്ന് സന്തോഷിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ നാളെ കുഴപ്പമൊന്നുമില്ലെന്ന് സന്തോഷം പറയുന്നുണ്ടേ. പെണ്ണുവീട്ടിലെ വിരുന്ന് കഴിഞ്ഞ അടുത്ത വിരുന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം, അങ്ങ് മുത്താർ മലയിലേക്ക്. ഞാൻ ഡേറ്റ് വിളിച്ച് പറയാം, എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങ്, നമുക്കവിടെ കൂടാമെന്ന് വല്യമാമ പറയുമ്പോൾ സന്തോഷിന്റെ അച്ഛൻ അത് സമ്മതിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാ, നല്ല കാലാവസ്ഥയും എന്ന് വല്യമാമ വീണ്ടും പറയുമ്പോൾ ഉറപ്പായിട്ടും ഇറങ്ങാമെന്ന് പോറ്റിമാമനും പറയുന്നുണ്ട്. നല്ല കാട്ടിറച്ചി കിട്ടുമെന്ന് പോറ്റിമാമൻ ചോദിക്കുമ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മളില്ല, ഫോറസ്റ്റുകാരുമായിട്ടൊക്കെ നമ്മൾ നല്ല ലോഹ്യത്തിലാ എന്ന് വല്യമാമ പറയണ കേട്ട് ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നിയൊക്കെ ഇപ്പോൾ വെടിവെക്കാറുണ്ടല്ലോ എന്ന് പോറ്റിമാമൻ ചോദിക്കുക. ആ ഇറച്ചിയൊക്കെ മണ്ണെണ്ണയൊഴിച്ച് ഫോറസ്റ്റുകാർ തന്നെ കുഴിച്ചു മൂടുക എന്ന് വല്യമാമ പറയുമ്പോൾ കഷ്ടം, വല്ലാത്ത നിയമങ്ങൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റിമാമൻ അവിടെ നിരാശനായി ഇരിക്കുന്നുണ്ട്.
അപ്പോഴേക്കും സന്തോഷിന്റെ അച്ഛൻ കഴിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞ് അവരെ കഴിക്കാനായി കൊണ്ടുപോവുക. അവിടെ സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് രേണുകയും അമ്മയും രാധയും കൂടി വീടും പറമ്പുമൊക്കെ ചുറ്റി നടന്ന് കാണുന്ന തിരക്കിലായിരുന്നു. എന്തോരം മരങ്ങളാ എന്ന് പറമ്പിലേക്ക് നോക്കിക്കൊണ്ട് രേണു പറയുമ്പോ ഇത് കുറെ ഉണ്ടല്ലോ എന്നെല്ലാം നോക്കിക്കൊണ്ട് രാധയും പറയുന്നുണ്ട്. സൈക്കിളിൽ നടക്കുന്ന ഒരു അപ്പാവി പയ്യൻ, അങ്ങനല്ലേ നമ്മൾ ഇവനെ കുറിച്ച് പ്രതീക്ഷിച്ചത്? രേണു അസൂയോടെ പറയുമ്പോ ഇതിപ്പോ കാറ് തന്നെ ഒന്നോ രണ്ടോ ഉണ്ട് അവർക്ക് എന്ന് രാധയും കൂടി പറയണ കേട്ട് എന്തായാലും വീണ അറിഞ്ഞു പുളിങ്കൊമ്പി തന്നെയാ പിടിച്ചത്. രേണു വീണ്ടും വീണയെ കുറ്റപ്പെടുത്തുമ്പോൾ പയ്യന്റെ അച്ഛൻ റെയിൽവേയിലല്ലായിരുന്നോ, അപ്പോ അവർക്ക് ആസ്തികളും കാണും. പയ്യന്റെ അമ്മയും നേരത്തെ സർവീസിലിരുന്നതാ, അവര് VRS എടുത്തതാണെന്ന്. അമ്മ പറയണ കേട്ട് എന്റെ അമ്മേ അതൊക്കെ പുളുവാണെന്നേ എന്ന് രേണു വീണ്ടും അസൂയോടെ പറയാ. എല്ലാം കഴിക്കാനിരുന്നു കാണും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് രാധ പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി അവളുടെ കൂടെ ചെല്ലുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോഴേക്കും സന്തോഷിന്റെ വീട്ടിലെ റിസപ്ഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഫോട്ടോ എടുപ്പും റിലേറ്റീവ്സിനെ പരിചയപ്പെടലും ഫുഡ് കഴിക്കലുമൊക്കെയായി റിസപ്ഷൻ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുക. സന്തോഷും വീണയും ഓരോരുത്തരുടെ അടുത്തും ചെന്നും കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. വീണയുടെ വീട്ടുകാരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡെല്ലാം അപാര ടേസ്റ്റ് ആണെങ്കിലും ഒന്നും കൊള്ളില്ലെന്ന് രേണുക പറയുന്നുണ്ട്. അപ്പോഴേക്കും പോറ്റി മാമനും അങ്ങോട്ട് ചെന്ന് അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായി ഇരിക്കുക. ചിക്കന്റെ കാലില്ലാത്തോണ്ട് വിളമ്പുന്ന പയ്യനെ ചിക്കൻ കാലെടുക്കാൻ വേണ്ടി പോറ്റി മാമൻ ഓടിക്കുന്നുണ്ട്. നടേശനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചാൽ മതിയെന്ന് എന്നും പറഞ്ഞോണ്ട് പോറ്റിമാമൻ നല്ല തീറ്റയില്ല. പിന്നീട് കാണിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണയും കനിയും കല്ലുവും കുട്ടികളും കൂടി സന്തോഷിന്റെ റൂമിലെ കട്ടിലിരിക്കുക. റൂമെല്ലാം നോക്കിക്കൊണ്ട് അപ്പോ ഇതാണിനി നിന്റെ സാമ്രാജ്യം അല്ലേടീന്ന് കനി വീണയോടായി ചോദിക്കുന്നുണ്ട്. മണിയറ ഒരുക്കണ്ടേ? എനിക്കാണെങ്കിൽ അന്ന് നീന ടീച്ചറിനും മിഥുൻ സാറിനും മണിയറ ഒരുക്കി എക്സ്പീരിയൻസും ഉണ്ട് എന്ന് കനി ചോദിക്കുമ്പോൾ നീ ഒന്ന് പോയേ, അന്ന് രാത്രി ആ വീട്ടിൽ നടന്ന പുകിൽ നിനക്കറിയാലോ, അവസാനം പോലീസ് വരെ വന്നു എന്ന് വീണ പറയുമ്പോൾ അത് മണിയറ മോശമായിട്ടൊന്നും അല്ലല്ലോ, നീ പൊടി എന്നും പറഞ്ഞുകൊണ്ട് കല്ലു നീ പേടിക്കണ്ട, നിന്റെ മണിയറ ഞാൻ സെറ്റാക്കി തരും എന്നവൾ വീണ്ടും പറയണ കേട്ട് ഒരു കാര്യം ചെയ്യേ, നീ ഇതിനായിട്ടൊരു സ്റ്റാർട്ടപ്പ് അങ്ങ് തുടങ്ങ് എന്ന് വീണ പറയണ കേട്ട് ഇതൊക്കെ എന്റെ കലയെ അംഗീകരിക്കാൻ പറ്റാത്തോണ്ടുള്ള പരിഹാസമല്ലേ എന്ന് കനി ചോദിക്കുമ്പോൾ നിന്റെ മണിയറേ കലയല്ല കൊലയാണെന്ന് വീണ പറയാ. ഇത് കേട്ട് കനി അന്തം വിട്ടു നിൽക്കുമ്പോൾ കനിക്കുഞ്ഞു വിഷമിക്കണ്ട കേട്ടോ, എന്റെ മണിയറ കനിക്കുഞ്ഞു തന്നെ ഒരുക്കിയാൽ മതി എന്ന് കാവ്യ അവളെ അടുത്തു വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നടി കണ്ട് പഠിക്കടി, എന്നെ അംഗീകരിക്കാൻ ഇവൾക്കെങ്കിലും തോന്നിയല്ലോ, ഞാൻ നിന്റെ മണിയറ സെറ്റാക്കി തന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾക്കിട്ടൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് കനി. അവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പല്ലിനിടയിൽ തോണ്ടിക്കൊണ്ട് നടക്കുന്ന പോറ്റിമാമിന്റെ അടുത്തേക്ക് ജോൺ എത്തുന്നുണ്ട്. നിങ്ങളെ വിരുന്ന് വിളിച്ചതേ മര്യാദ കൊണ്ടാ എന്നു വെച്ച് അങ്ങോട്ട് കയറി ചെന്നിനി അലമ്പ് പരിപാടിയൊന്നും ഒപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ജോൺ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇല്ല മോനെ, വിരുന്നിനൊക്കെ ചെറുക്കനും പെണ്ണും മാത്രല്ലേ പോവുള്ളൂ, ഞാനൊരു ഓളത്തിനങ്ങ് പറഞ്ഞതാ എന്ന് പോറ്റിമാവൻ ഭയഭക്തിയോടെ പറയുമ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജോൺ അവിടെ നിന്ന് പോവുക. പിന്നീട് ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങുന്നതാണ് കാണിക്കുന്നത്. മേരിക്കുട്ടി ടീച്ചറും ജോണും യാത്ര പറയാനായി വരുമ്പോൾ വീണ മേരിക്കുട്ടി ടീച്ചറെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർ യാത്ര പറഞ്ഞ് കാറിൽ കയറി പോകുമ്പോഴേക്കും വല്യമാമയും കുടുംബവും യാത്ര പറയാനായി വരുന്നുണ്ട്. പുറകെ തന്നെ മഹേഷും ഫാമിലിയും രാധയും ഫാമിലിയും പ്രീത മെമ്പറും ഫാമിലിയും എല്ലാം യാത്ര പറഞ്ഞു പോവുക. അപ്പോഴാണ് ബുള്ളറ്റിൽ കല്ലുവിനെയും കൊണ്ട് കനി അങ്ങോട്ടെത്തുന്നത്. അവരുടെ അടുത്തേക്ക് എത്തുന്ന വീണ ശബ്ദം താഴ്ത്തി എടി അമ്മയെ നോക്കിക്കോണേ എന്ന് പറയണ കേട്ട് അത് പിന്നെ നീ പറഞ്ഞിട്ട് വേണമല്ലോ എന്ന് കനി പറയുമ്പോൾ പോടിന്ന് പറഞ്ഞ് വീണ അവൾക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ടേക്ക് കെയർ എന്ന് കല്ല് പറയുമ്പോൾ വീണ രണ്ടുപേർക്കും ഉമ്മ കൊടുത്ത് അവരെ യാത്ര പറഞ്ഞയക്കുക. എല്ലാവരും പോയി കഴിയുമ്പോൾ വീണ സങ്കടത്തോടെ അവിടെ തന്നെ നിൽക്കുക. പിന്നീട് റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി സെറ്റും മുണ്ടുമൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായി റാണിയുടെ കൂടെ അടുക്കളയിൽ നിൽക്കുന്ന കുഞ്ഞിയാണ് കാണിക്കുന്നത്. അവിടെ റാണി വീണയ്ക്കും സന്തോഷിനുമായി കൊടുക്കാനുള്ള പാലെടുക്കാനായി ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുക. വീണ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുക. അതെ, ഇതുവരെ ഒരു ബന്ധുവീട്ടിൽ പോലും ഞാൻ മാറി നിന്നിട്ടില്ല എന്ന് വീണ പറയുമ്പോൾ ആണുങ്ങളോടൊന്നും പറഞ്ഞ ഒട്ടും ദഹിക്കാത്തൊരു പ്രശ്നമാ വീണെ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുടേത്. ഒരൊറ്റ ദിവസം മറ്റൊരു വീട് പുതിയ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് റാണി പാലെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒരൊറ്റ ദിവസം മറ്റൊരു വീട് പുതിയ ആൾക്കാർ, പുതിയ ശീലങ്ങൾ, പുതിയ ആവശ്യങ്ങൾ. നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോവും. സത്യത്തിൽ നമ്മളെയല്ലേ ആദ്യം അവരെ ശരിക്കും കംഫർട്ടാക്കേണ്ടത്. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയല്ല, നേരെ തിരിച്ചാ. ചെന്നു കയറുന്ന വീട്ടിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരെ കംഫർട്ടാക്കണം. അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഒപ്പം നിൽക്കണം. എല്ലാവരുടെയും രുചികൾ അറിഞ്ഞ് വിളമ്പണം. വല്ലാത്തൊരു ടാസ്കാ.
റാണി പറയുമ്പോഴേക്കും എനിക്കൊരു ഊഹമൊക്കെയുണ്ട് ഈ കാര്യത്തിൽ. പിന്നെ നമ്മൾ വലിയ പ്രതീക്ഷകൾ വെക്കുമ്പോഴല്ലേ ഏട്ടത്തി ഈ വിഷമം ഉണ്ടാവുന്നത്. എനിക്കതൊട്ടും ഇല്ല എന്ന് വീണ പറയുന്നുണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാലേ ചുറ്റുമുള്ളവരെ നമുക്ക് മാർക്കിടാനായി നിൽക്കുക. നമുക്കൊരു പിടുത്തവും ഇല്ലാതായി പോവും. ഇതൊക്കെ വെറൊരു അഭ്യാസമാണ് വീണ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണയ്ക്കത് മനസ്സിലാവും. പിന്നെ മറ്റേ ആ പോറ്റിമാമനില്ലേ, ഞങ്ങളൊക്കെ പുള്ളിയെ ഇടങ്കോലെന്നാ വിളിക്കുന്നത്. പുള്ളിയെ ഒന്ന് ശ്രദ്ധിച്ചോണം, പുള്ളി പണി തരും. സംസാരിക്കുമ്പോൾ സാധുവാണ്, പാവമാണെന്നൊക്കെ തോന്നും. പക്ഷേ കുത്തിത്തിരിപ്പിന് ഹോൾസെയിലാ. പിന്നെ അമ്മ ശരിക്കും മക്കളുടെ കാര്യത്തിൽ ഓവർ പൊസസീവാ. ആനന്ദേട്ടനെ മോനൂട്ടനെന്നും സന്തോഷിനെ കുഞ്ഞൂട്ടനും എന്നൊക്കെയാ അമ്മ വിളിക്കുന്നത്. ഇപ്പോഴും അമ്മയുടെ അരയെന്ന് പിടിവിടാത്ത പിള്ളേരെ പോലെയാ അമ്മ ചിലപ്പോ പെരുമാറുന്നേ എന്ന് ഏട്ടത്തി പറയണ കേട്ട് വീണ അവിടെ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുക. സന്തോഷിന്റെ കാര്യത്തിൽ അമ്മ ഓവർ പൊസസീവാ. അതുകൊണ്ട് വൈകാരികപരമായിട്ടല്ല, ബുദ്ധിപരമായി വേണം നിൽക്കാൻ. സമാധാനത്തോടെ ജീവിക്കുക എന്നതാണല്ലോ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം. ഏട്ടത്തി അവളെ ഉപദേശിക്കുമ്പോൾ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാ, എനിക്കൊരു ധാരണ കിട്ടുമല്ലോ എന്ന് വീണ പറയുമ്പോഴേക്കും അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി താൻ പറഞ്ഞു തരാമെന്ന് റാണി പറയാ. ആനന്ദേട്ടനും സന്തോഷും ഇപ്പോഴും ഹോർലിക്സാ കുടിക്കുന്നത്. ചായയും കോഫിയൊന്നും രണ്ടാളും കുടിക്കില്ല. രണ്ടാൾക്കും വലിയൊരളവ് കപ്പുണ്ട്. അത് നിറയെ ഹോർലിക്സ് കലക്കി കൊടുക്കും രാവിലെ. അമ്മയെ അധികം അടുക്കളയിൽ അടുപ്പിക്കാതെ നമ്മൾ തന്നെ ഭക്ഷണം വെക്കുന്നതാ നല്ലത്. എന്നാലേ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. വേറൊന്നും കൊണ്ട് പറയുന്നതല്ല വീണേ, അമ്മ വെച്ചാ ഇവിടുത്തെ ഒരാൾ പോലും കഴിക്കില്ല എന്നൊക്കെ ഏട്ടത്തി പറയണ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.